ഹായ്, എല്ലാവർക്കും നമസ്കാരം. കുറേ കാലമായിട്ട് ഒരുപാട് ആളുകൾ ഇങ്ങനെ ചോദിക്കുന്ന ഒരു 3-4 വീഡിയോസ് ഉണ്ട്. വൺ ബൈ വൺ ആയിട്ട് നമുക്ക് ഇങ്ങനെ സമയം പോലെ ഓരോന്നിങ്ങനെ ചെയ്യാന്നാണ് വിചാരിക്കുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ലാലേട്ടൻ മമ്മൂക്ക ക്രോസ് ഓവർ, ദ ബിഗ് ഗെയിംസ് ഓഫ് മോളിവുഡ്. അപ്പോൾ ബിഗ് ഗെയിംസ് എന്ന് പറഞ്ഞിട്ട് ജോമിൻ ജോസഫ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് റിയാക്ട് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. ആരാണ് ബെറ്റർ എന്ന് ചോദിച്ചാൽ എന്താ പറയാ, നമുക്ക് ഇമ്പോസിബിൾ ആണ് തന്നെ പറയാം. നമുക്കത് പറയാൻ വളരെ ബുദ്ധിമുട്ടാണ്. എന്തായാലും ആരാധകർ തീരുമാനിക്കട്ടെ ഏതാണ് ബെസ്റ്റ്, മമ്മൂക്കയാണോ ലാലേട്ടനാണോ എന്നുള്ളത്. എന്തായാലും വീഡിയോയിൽ ഏതാണ് ബെസ്റ്റ് എന്ന് നമുക്ക് വീഡിയോ കണ്ടിട്ട് തീരുമാനിക്കാം. ആൻഡ് ഫുൾ ക്രെഡിറ്റ്സ് ഈ വീഡിയോൻ്റെത് ജോമിൻ ജോസഫിനാണ്. റെഡി? 3 മിനിറ്റ് 10 സെക്കൻഡ്. ലെറ്റ്സ് വാച്ച്. ക്ലാഷ്. കോപ്പിറൈറ്റ് ഡിസ്ക്ലെയിമർ. ഓ, ഇടിയൊക്കെ ഇതിനുണ്ട്. രായമാണിക്യം. എന്താ നിന്റെ പേര്? ആരോ ഒരുത്തൻ നിന്റെയൊക്കെ പിന്നിലുണ്ടെന്ന് ഊഹിച്ചിരുന്നു. എവിടെ അവൻ? വിളിക്കാലോ. പക്ഷെ മാണിക്യമാണ്, രാജമാണിക്യം. അതേതാടാ ആ അവതാരം. കോട്ടയം കുഞ്ഞത്തിന് ആടുതോമായിലുണ്ടായ ഒരു അപ്പിയറൻസ്. ഇപ്പൊ പേര് നരസിംഹം എന്നാണ്. ദിനേശ, നിന്റെ കച്ചവടം കുട്ടി താഴ്വാലുമായിട്ട് ഞാൻ പോണു. അതിമോഹമാണ്, അതിമോഹം. നല്ല നിനക്ക് തെറ്റേ. നീ കണ്ടോ? ഓ മോനെ, ഇത് ഹബീബ് പറഞ്ഞ പോലെ നരിയാണേ. ഓ പറഞ്ഞാൽ എന്റെ മൂന്നാം കണ്ണ് തുറന്ന് തന്നെയും തന്റെ മകനെയും ഭസ്മമാക്കേണ്ടിയിരുന്നതാണ്. വെപ്രാളം കാണിക്കാതെ നിന്നെ സാറ് വെളുപ്പാൻ രാവിലെ വരെ കയറി ഇറങ്ങിയല്ലേ. അപ്പൊ നിനക്ക് നേരം കിടക്കല്ലേ. മോനെ കിടിലൻ. അച്ഛയും പടിഞ്ഞാറ്റയിൽ അട്ടം നോക്കി കിടക്കുന്ന എന്റെ വല്യമ്മച്ചി അടക്കം എടുത്ത് പുറത്തിട്ട് തീയിട്ട് ചുടും ഞാൻ. അധികാരകാല പരിധി തീരും വരെ അനുഭവിക്കുകയും ചെയ്യും. പിന്നെ പിന്നീട് അവൻ തീരുമാനിക്കും മുകളിൽ പറഞ്ഞ അവകാശികളിൽ ആർക്കൊക്കെ എന്തൊക്കെ വിഹിതം വേണമെന്ന്. ഈ മുറ്റത്ത് കയറി വരുന്നവരോട് എങ്ങനെ പെരുമാറണമെന്ന് എനിക്കറിയാം. അത് കയറി വരുന്നതിന്റെ വലിപ്പം അറിഞ്ഞിട്ട് മതി. നെഞ്ചുകൂടി ഞാൻ പൊളിക്കും ഇവിടെ കളിയിറക്കാൻ. ഇനി രാജരത്നമുള്ള സാറിന്റെ സകല സ്വത്ത് സമ്പാദ്യങ്ങളുടെയും അവകാശം. ഭയങ്കര ബിസിയല്ലേ. നമ്മൾ പെട്ടെന്ന് വിളിച്ചാന്ത് അവൻ ഫ്ലൈറ്റ് ചാർട്ടർ ചെയ്ത് തരും, അല്ലെങ്കിൽ ഞാൻ വരുത്തുന്നു. കേരപ്പാളികളെ, നിന്റെയൊക്കെ ശബ്ദം പൊങ്ങിയാൽ രോമത്തിന് ഉള്ളതല്ലേ. എന്നെ വിളിച്ചത് എന്ത് ചൂടനാ. അവൻ ജയിക്കുന്നത് വരെ ഞാൻ അവന്റെ കൂടെ ഉണ്ടാകുകയും ചെയ്യും. അത് കാണാൻ തന്നെ ഞാൻ വന്നത്. രണ്ടും രണ്ട് നക്ഷത്രങ്ങൾ, രണ്ട് ഗണങ്ങൾ. ഒന്ന് ദേവനും മറ്റൊന്ന് അസുരനും. ഒരുമിച്ച് വാഴാതിരിക്കുക, അത് മാത്രമേ ഉള്ളൂ പ്രതിവിധി. ഇതാണോ ഇപ്പൊ ഇത്ര വലിയ കാര്യം? ഒരാൾ എന്റെ കൂടെ പൊള്ളാച്ചിക്ക് വരട്ടെ, ഞാൻ കൊണ്ടുപോകോളാം. ഞാൻ വരും, തൂണ് പിളർന്നും വരും. നിങ്ങൾ രണ്ടുപേരും കൂടെ കൂടിയാൽ ഉത്സവം ഒന്ന് കൊഴുകൊഴുക്കും. എന്റെ അനിയനെ ഒരു തെണ്ടി ചോദിക്കാൻ പാടില്ല, പക്ഷെ എന്റെ അനിയനെ ഏതെങ്കിലും ഒരു തെണ്ടി തൊട്ടാ ഡെലിവറി തൊട്ടില്ല. നീയൊന്നും മുന്നിൽ പോയി നിൽക്കില്ല, പിട്ടുക്ക് വിറയ്ക്കും. ശേഷക്രിയ ചെയ്യാൻ വന്നവർക്കെല്ലാം കൂടെ കൂട്ടക്രിയ നടത്തും അവർ. കിങ്സ് ഓഫ് മോളിവുഡ്. എക്സാക്ട്ലി. അങ്ങനെയൊക്കെ ലോകം നിങ്ങൾ മാത്രോ? അഖിലേഷ് രാജേഷ്, എന്റെ മോനെ. ഫസ്റ്റ് ഓഫ് ഓൾ PC ക്രിയേറ്റീവ് മീഡിയ അല്ലെ, ആ ചാനലും കൂടെ ഉണ്ട് കേട്ടോ. ഞാൻ ജോമിൻ ജോസഫ് എന്ന് പറഞ്ഞത് കോൺട്രിബ്യൂഷൻ മാത്രമാണ്. രണ്ടുപേരും ആദ്യം പറയുന്ന വീഡിയോ ഒരു രക്ഷയില്ല. എന്താ ഗട്ട്സ് എന്ന് അറിയൂ. എന്തല്ലേ ആ ഫൈറ്റൊക്കെ ഇങ്ങനെ ടകടകടകടകയെന്ന് പറഞ്ഞിട്ട് ഓരോ ആളുകളുടെയും കറക്റ്റ് എഡിറ്റ് ചെയ്ത് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് അടിപൊളി. പിന്നെ ഡയലോഗ് ആണെങ്കിലും ഒന്നിന്റെ തൊട്ട് ബേക്കിൽ ഇപ്പൊ പുട്ടിന് വീര എന്ന് പറഞ്ഞ പോലെ ആ ഒരു കണക്ഷൻ ഭയങ്കരമായിട്ടുണ്ട്. അത് അടിപൊളിയായിട്ട് വന്നു. ആൻഡ് ഇതിപ്പോ ഒരാളെ പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്നാലും ഡയലോഗ് ഡെലിവറി മമ്മൂക്ക, എന്റെ പൊന്നോ. ലാലേട്ടന് പൊതുവെ എനിക്ക് മമ്മൂക്കേന്റെ ഡയലോഗ് ഡെലിവറി കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നാറുണ്ട്. പക്ഷെ ഇവിടെ രണ്ടും തുല്യമായിട്ട് ഫീൽ ചെയ്തു. കാരണം ആ സിനിമ, ഇപ്പൊ നരസിംഹം എന്ന് പറഞ്ഞ സിനിമ, എന്താണ് അതിലെ ഡയലോഗ്സ് എന്നൊക്കെ. ഇപ്പൊ ജസ്റ്റ് ആ പവിത്ര എന്ന് വിളിക്കുന്നത് തന്നെ ഒരു തൂണ് തുരന്നും ഞാൻ വരുന്നു, തൂണ് പിളർന്നും ഞാൻ വരും. യെസ്, തൂണ് പിളർന്നും ഞാൻ വരും എന്ന് പറഞ്ഞ പോലത്തെ ഡയലോഗ്
അതുപോലെ എന്താണ് നിന്റെ ആരൊക്കെയോ വലിച്ചിട്ട് കത്തിക്കുന്നൊക്കെ പറയുന്നതൊക്കെ എന്താണത് ഭയങ്കര റിയൽ ആയിട്ട് ഫീൽ ചെയ്യും ലാലേട്ടന്റെ. മമ്മൂക്കിന്റെലേക്ക് വരുമ്പോ ഒരു ഹീറോയിക് സംഭവം ആണ് കൂടുതലായിട്ടും ഫീൽ ചെയ്യത്. വലത്താട്ടുകളാ പറഞ്ഞത് ഇതിലെ ഏറ്റവും ബെസ്റ്റ് ഡയലോഗ് ആയിട്ട് എനിക്ക് പേഴ്സണലി കേട്ടോ, അത് ഓരോ ആളുകൾക്കും ഓരോന്നായിരിക്കും. എനിക്ക് പേഴ്സണലി അതാണ് ഫീൽ ചെയ്തത്. നിങ്ങൾക്ക് തോന്നിയതാണുള്ളത് തീർച്ചയായും നിങ്ങൾക്ക് പറയാം. ആൻഡ് മാരാരുടെ ഡയലോഗ് അത് കുറച്ചുകൂടി ഹീറോയിക് ആയിട്ട് നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യും. ഒരു ഹീറോ പറയുന്നു എന്നുള്ളത്. ലാലേട്ടനിലേക്ക് വരുമ്പോൾ ഭയങ്കര നാച്ചുറൽ ആണ്. കത്തിക്കുന്ന പറഞ്ഞാൽ കത്തിക്കും. അത് ഭയങ്കര നാച്ചുറൽ ആണ്. അത് അങ്ങനെ തന്നെ ഫീൽ ചെയ്യും. അതിപ്പോ അഭിനയത്തിന്റെ കാര്യം എടുത്തു നോക്കിയാലും അങ്ങനെ തന്നെയാണ്. ലാലേട്ടൻ ഭയങ്കര നാച്ചുറൽ ആയിട്ട് അഭിനയിച്ച് ഇങ്ങനെ പോകുന്ന ഒരു ആളും. നമുക്കത് അഭിനയിക്കാൻ നമുക്ക് മനസ്സിലാവും. പക്ഷെ അവിടെ ഒരു ഹീറോ എല്ലാത്തിലും ഇപ്പോ ഒരു ആരാണ് പറഞ്ഞ എനിക്ക് ഓർമ്മയില്ല. എനിക്ക് തോന്നുന്നത് ഇത് നമ്മുടെ തിലകൻ ചേട്ടനാണോ എനിക്ക് ഓർമ്മയില്ല കേട്ടോ. നിങ്ങൾക്ക് അറിയെങ്കിൽ തീർച്ചയായിട്ടും പറയാം. അതായത് പറഞ്ഞ ഇതായിരുന്നു, എന്ത് ചെയ്താലും ഒരു സിംഹഭാവം ഉണ്ടാവും എന്ന് പറയും. നമുക്ക് എന്ത് ചെയ്താലും അതൊരു സിംഹഭാവം ഉണ്ടാവും എന്നുള്ളത് അത് ശരിയാണ്. അത് സങ്കടമാണെങ്കിലും എന്താ പറയാ മാസാണെങ്കിലും ഈ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ടുള്ള ഭയാനകമായിട്ടുള്ള ഡയലോഗ് ഡെലിവറി ആണെങ്കിലും അത് ഏത് തരം ഇമോഷൻസ് ആണെങ്കിലും അതിലൊരു സിംഹഭാവം നമുക്ക് ഫീൽ ചെയ്യാം. നേരെ തിരിച്ച് ലാലേട്ടനിലേക്ക് വരുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അത് നമുക്ക് റിയൽ ആണ്. ആ കഥാപാത്രം അത് ഇയാളാണ്, അതല്ലാണ്ട് വേറെ ആരുമല്ല. നമുക്ക് ലാലേട്ടൻ എന്നുള്ളതിനപ്പുറത്തേക്ക് ആ കഥാപാത്രം ഇയാളാണെന്നുള്ളത് നമുക്ക് ഫീൽ ചെയ്യും. ആ കഥാപാത്രമാണ് ചെയ്യുന്നത് എന്നുള്ള ഒരു ഫീൽ നമുക്ക് ഉണ്ടാവും. അപ്പോൾ അതാണ് രണ്ടുപേരുടെയും തമ്മിലുള്ള ഡിഫറൻസ്. പക്ഷെ ഏതാണ് ബെറ്റർ എന്ന് ചോദിച്ചാൽ അത് ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇമ്പോസിബിൾ എന്ന് തന്നെ പറയാൻ പറ്റില്ല. നമുക്ക് പറയാൻ കഴിയില്ല. ഇപ്പൊ ഞാൻ ലാലേട്ടനെ ഒരു ബെസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അത് മമ്മൂക്കയ്ക്ക് ഒരു ബെസ്റ്റ് പറയാനുണ്ടാവും. നേരെ തിരിച്ചും മമ്മൂക്കേന്റെ ഏതെങ്കിലും ബെസ്റ്റ് എടുത്ത് പറഞ്ഞാൽ അതിന് ഓപ്പോസിറ്റ് നമുക്ക് ലാലേട്ടന്റെ മറ്റൊന്ന് പറയാൻ പറ്റുന്നുണ്ടാവും. അത് ലാലേട്ടന് മാത്രമുള്ളതായിരിക്കും, നമുക്ക് ചെയ്യാൻ കഴിയില്ല. ഇത് ഇവിടെ വരുമ്പോൾ മമ്മൂക്കയ്ക്ക് മാത്രമുള്ളതായിരിക്കും, ലാലേട്ടനെ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഏതാണ് ബെസ്റ്റ് എന്നുള്ളത് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമുക്ക് ആ ഒരു ഇഷ്ടം കൂടുതൽ ആരാണോ അതനുസരിച്ച് നമുക്ക് ഒരാളെ പറയാന്നുള്ളതാണ്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ എനിക്ക് രാജമാണിക്യത്തിലെ ആ ഡയലോഗ് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഡയലോഗാണ്. ആ മരത്താട്ട് കട പന്നി എന്ന് പറയുന്ന സാധനേ ആ ഒരു അതുവരെയുള്ള പോലെ പെട്ടെന്ന് സൗണ്ടും ഗാംഭീര്യം എല്ലാം കൂടെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം. മരാറിൻ്റെതാണെങ്കിലും ഇപ്പൊ നരസിംഹം എന്ന് പറഞ്ഞ സിനിമയിൽ അറിയാലോ രണ്ടുപേരും ഇപ്പം നമുക്ക് മറ്റേ റോളക്സ് വരുന്ന പോലെ 5 മിനിറ്റ് വന്ന് ഞെട്ടിച്ചു പോയ ഒരു സിനിമയാണ്. അപ്പോൾ അതില് അഴിഞ്ഞാടിയിട്ടുള്ള ആളാണ് ലാലേട്ടൻ. അത് ഒന്നും പറയാൻ പറ്റില്ല. ഇത് എല്ലാ ഡയലോഗും ഒന്നിനൊന്നും മെച്ചമുള്ള ഡയലോഗാണ്. പക്ഷെ അതില് ഏറ്റവും കിടലൻ സീൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഒരു പക്ഷെ മാരാറിനെ വിളിക്കാന്ന് പറയുമ്പോൾ അത് ഒന്നാമത് ലാലേട്ടൻ്റെ ആ ക്യാരക്ടർ അങ്ങനെ കുടുങ്ങി കഷ്ടപ്പെട്ട് എന്തെയാണെന്ന് അറിയാതെ നിൽക്കുന്ന സമയത്താണല്ലോ ഒരു സഹായത്തിന് ഒരാളെ വിളിക്കുന്നത്. വിളിക്കുമ്പോൾ വരുന്ന ആൾ ഇമ്മതിരി തീപ്പൊരിയായിട്ടെന്ന് കാണിക്കുന്ന രീതിയിലുള്ള സംഭവം പറഞ്ഞ മനസ്സിലാക്കി എണീറ്റ് പൊടിയും തട്ടി പോയിക്കോന്ന് പറയില്ലേ, ആ ഡയലോഗും അതുപോലെ ആ തട്ട് മാറാതിരിക്കുന്ന തട്ട് താണ് തന്നെ ഇരിക്കുന്ന പറയുന്ന സാധനം, അതൊക്കെ ആ ഗാംഭീര്യം സാധനങ്ങളൊക്കെ അത് ഭയങ്കര രസമാണ്. എന്തായാലും ഞാൻ ഈ പറഞ്ഞ പോലെ എന്റെ ഫേവറേറ്റ് ഡയലോഗ് ഞാൻ പറഞ്ഞു. നിങ്ങളുടെ ഫേവറേറ്റ് ഡയലോഗ് ഏതാണെന്നുള്ളത് ഒരു എന്താ പറയാ മമ്മൂക്ക ലാലേട്ടൻ എന്നുള്ളതിന് അപ്പുറത്തേക്ക് ഡയലോഗ് ഏതാണ്, ഏത് ഡയലോഗ് ഡെലിവറിയാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്നുള്ളത് കമന്റ് രേഖപ്പെടുത്തുക. ആൻഡ് ആരാണ് പൊളി, മമ്മൂക്കയാണോ ലാലേട്ടനാണോ? ഞാൻ എന്തായാലും പറയില്ല. നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയും ആരാണ് പൊളി എന്നുള്ളത്. ആർക്കാണ് ഫാൻ പവർ എന്ന് കൂടെ നമുക്ക് നോക്കാം. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. കാണുന്നവരെ